എത്ര കാലം ഇങ്ങനെ കണ്ണടയ്ക്കും? ഇനിയും ഇനിയും അയാളെ കണ്ടില്ലെന്ന് നടിക്കാൻ ഇത്തിരി പാടാ സാറുമാരെ. അടച്ചിട്ട വാതിലുകൾ തള്ളി തുറക്കാൻ ഇനി അവന്റെ വരവാണ്. കരുൺ നായർ. ഡിയർ ക്രിക്കറ്റ്, ഗീവ് മീ വൺ മോർ ചാൻസ്. 2022 ഡിസംബർ 10 കരുൺ നായർ ഇട്ട പോസ്റ്റ്. അതിൽ പിന്നീട് ഇങ്ങോട്ടുള്ള ഓരോ പ്രകടനങ്ങളും കണ്ട നമ്മുടെയൊക്കെ കണ്ണ് തള്ളിപ്പോകും. 2024-25 വിജയ ഹസാരയിലെ ടോപ്പ് സ്കോറർ, വിജയ ഹസാര ട്രോഫിയുടെ ചരിത്രത്തിലെ തന്നെ ടോപ്പ് പെർഫോമൻസ്. ആ ഒരു സീസണിൽ കരുൺ നായരുടെ ആവറേജ് പലപ്പോഴും 600-ന് മുകളിൽ പോയിട്ടുണ്ട്. 2024 മഹാരാജ T20 ലീഗിലെ ടോപ്പ് സ്കോറർ. 2023-24 സായിദ് മുസ്തഫ അലി ട്രോഫിയിൽ 170+ സ്ട്രൈക്ക് റേറ്റിൽ 255 റൺസ്. രഞ്ജി ട്രോഫി ഫൈനലിൽ കേരളത്തിനെതിരായി വിദർഭയ്ക്ക് വേണ്ടിയിട്ട് നേടിയിട്ടുള്ള സെഞ്ചുറി ഉൾപ്പെടെ ഈ സീസണിൽ രഞ്ജിയിൽ ടോപ്പ് സ്കോറേഴ്സിൽ 4-മൻ. ഇപ്പോൾ IPL തിരിച്ചുവരവിൽ 40 ബോളുകളിൽ 89. ഏറ്റവും ശക്തമായ ബൗളിംഗ് നിരകളിൽ ഒന്നിനെതിരെയാണ് ഈ സ്കോർ നേടിയതെന്നതും ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു ദയമില്ലാതെ അടിച്ചു കൂട്ടിയ കൂട്ടത്തിൽ സാക്ഷാൽ ജസ്പ്രീത് ബുംറയും. ആലപ്പുഴ ചെങ്ങന്നൂരുകാരൻ കലാധരൻ നായരുടെയും പ്രേമ നായരുടെയും മകൻ, തനി മലയാളി തന്നെ. ഈ ഒരു രണ്ടാം വരവിൽ അയാൾ ഒരു പുത്തൻ കഥ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യക്ക് വേണ്ടിയിട്ട് ടെസ്റ്റ് ക്രിക്കറ്റിൽ ട്രിപ്പിൾ സെഞ്ചുറി നേടിയിട്ടും തൊട്ടടുത്ത ടെസ്റ്റ് മാച്ചിന്റെ ഭാഗമാകാതിരുന്ന താരം. അതിനുശേഷം ഒരു ഫോം ഔട്ടിന് പിന്നാലെ 2018 ശേഷം ഒരു മത്സരം പോലും ഇന്ത്യയുടെ ഭാഗമായി കളിക്കാൻ പറ്റാതിരുന്ന താരം. നിർഭാഗ്യത്തിനൊരു മറുപേരുണ്ടെങ്കിൽ ആ പേരാകുന്നു കരുൺ നായർ. ഡൊമസ്റ്റിക് ക്രിക്കറ്റിലെ പ്രകടനമാണ് ഇന്ത്യൻ ക്രിക്കറ്റിലേക്കുള്ള വാതിലെങ്കിൽ അയാൾ അവിടെ മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇനി ഇന്ത്യൻ പ്രീമിയർ ലീഗിലെ പ്രകടനങ്ങളാണ് ഇന്ത്യൻ ക്രിക്കറ്റിലേക്കുള്ള വാതിലുകളെങ്കിൽ അയാൾ 3 വർഷത്തെ ഇടവേള കഴിഞ്ഞ് ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ കളത്തിലും ഇറങ്ങിക്കഴിഞ്ഞു. ഇനിയും എങ്ങനെ കണ്ണടയ്ക്കും സാറുമാരെ? T20 ODI ടീമുകളിലേക്ക് എത്താൻ കരുൺ നായർ ശക്തമായ മത്സരങ്ങൾ നേരിടേണ്ടി വരും. എന്നാൽ താളം തെറ്റിയ ഇന്ത്യൻ ടെസ്റ്റ് ബാറ്റിംഗ് നിരയുടെ മധ്യനിരയിലേക്ക് പരിഗണിക്കാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മുഖമായി കരുൺ നായരുടെ പേരും മുഖവും ഉയർന്നു വരും. കേരളത്തിനായി കളിച്ചിട്ടില്ലെങ്കിലും അവൻ ഞങ്ങളുടെ മലയാളിയാണ് സാറുമാരെ. അവസരങ്ങളുടെ വാതിലുകൾ എത്ര മണിച്ചിത്ര താഴിട്ട് പൂട്ടിയാലും അവൻ തുറക്കും. കാരണം അവന്റെ കയ്യിൽ ഒരു കീ ഉണ്ട്: പെർഫോമൻസ്.